സാറേ, ഇനി അവനെ തല്ലരുത്. തല്ലിയലെന്തറ? സാറേ, എനിക്കറിയാം എന്നോടുള്ള വൈരാഗ്യമാണ് സാർ ഇപ്പോഴേ തീർക്കുന്നത്. എന്നെ തല്ലിക്കോ എന്ന് വെച്ചാ നിന്നെ തല്ലിയ നീ തിരിച്ചു തല്ലുമെന്ന്? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തല്ല് വാങ്ങാൻ മടിയില്ല സാർ. അത് ഞാനായാലും ഇവനായാലും ഇക്കൂട്ടത്തിൽ ആരായാലും. പക്ഷെ ചെയ്യാത്ത തെറ്റിന് ഞങ്ങളെ ആരും ഇതുവരെ തല്ലിയിട്ടില്ല. ആദ്യമായിട്ടായതുകൊണ്ട് ഒറ്റ വാക്കി മറുപടി പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഒന്നുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ച് തല്ലും. നീ തിരിച്ചു തല്ലും അല്ലടാ? തല്ലും സാർ. ഇപ്പോ ഇവിടെ വെച്ചായിരിക്കില്ല. സാറിന്റെ ചീട്ടുകളി കമ്പനിയും മൂവന്തി സേവയും ഒക്കെ എവിടെയാ എപ്പോഴാന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഡ്രൈവേഴ്സ് നാട് നീളെ തെണ്ടി നടക്കുന്നവരാ. കാക്കി അഴിച്ചു വെച്ചാൽ സാറിനും എനിക്കുമൊക്കെ ഒരു പ്രാണനേ ഉള്ളൂ. വെട്ടിയാൻ മുറിയാത്ത കഴുത്തില്ല സാറേ. വെട്ടും, വീട്ടിൽ കയറി വെട്ടും. മോനെ കുഞ്ഞാപ്പു, അവരിനിയും കച്ചറയായിട്ട് വരുവോ? ഇവനാണെങ്കിൽ രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ ജീപ്പ് ഓടിച്ച് നടക്കുന്നവനാ. അമ്മ ബേജാറാവാണ്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ അവര് വരികയാണെ തന്നെ ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ സേട്ടുവിന്റെ അടുത്ത് പണമിടപാടിന് പോകരുതെന്ന്. നാഷണലൈസ്ഡ് ബാങ്കുകൾ എത്ര ഉണ്ട് ഇവിടെ? എന്റെ മാഷ, ഈ ബാങ്കുകളിൽ കയറി ഇറങ്ങി മടുത്തിട്ട സാധാരണക്കാരൻ അവിടെയൊക്കെ ചെന്ന് ലോൺ ചോദിച്ചാ ബാങ്ക് മാനേജറിന്റെ മുഖത്ത് കടന്തലൂത്ത്. ഓന്റെ ഉപ്പാന്റെ മുതലെടുത്തായിരുന്ന പോലല്ലേ? അത് ശരിയാ. ഈ ബാങ്ക് മാനേജർമാരെല്ലാം സർപ്പയജ്ഞക്കാരെ പോലെയാ. കണ്ണാടി കൂടി കയറി ഇരുന്ന് മനുഷ്യ പറ്റില്ലാണ്ടായി. അസോസിയേഷന്റെ ഓഫീസ് ആണല്ലോ. ഹലോ, ജനറൽ സെക്രട്ടറി കുഞ്ഞാപ്പു സ്പീക്കിംഗ്. ബ്ലഡോ? എവിടെ? മലബാർ ഹോസ്പിറ്റൽ. ഞങ്ങളും മലബാർ ഹോസ്പിറ്റലുണ്ട്. ഏത് ഗ്രൂപ്പാ? ഓ നെഗറ്റീവ്. ഓ നെഗറ്റീവ് ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഏറ്റെന്നേ. നീ വന്നേ, കുറച്ച് ചോര വേണം. ഇത് എന്റെ ശരീരത്തിൽ നിന്ന് തന്നെ എടുത്താണോ സിസ്റ്ററെ? വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ചോദിച്ചാ. നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് വേണം കേട്ടോ. സോറി, ഞാൻ മറ്റൊരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാണ്. വൃത്തിയായിട്ട് പറയുന്നു. തനിക്ക് പ്രേമോണ്ട് എനിക്കെന്ത് വേണം? ഇനി ഇതുപോലെ ബ്ലഡിന് ആവശ്യം വന്നാൽ ഞങ്ങൾക്ക് ബന്ധപ്പെടാനാ. അയ്യോ, അതാണോ? ഞാൻ കരുതി സിസ്റ്റർക്ക് എന്നോട് അനുരാഗം അങ്കുരിച്ചു എന്നാ വിചാരിച്ചേ. ക്ഷമിക്കണേ സിസ്റ്ററെ. അമ്മേ, ഗ്രഹപ്പഴക്കാരൻ തലമുടി കെട്ടി ചെയ്തപ്പോ കല്ലുമഴ വൈതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതാണിത്. ഈ മാസം 8ാമത്തെ തവണ ഞാൻ ഈ ബ്ലഡ് കൊടുക്കുന്നത്. അല്ല, ഓ നെഗറ്റീവുകാരൻ ഈ ഡിസ്ട്രിക്റ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതാ കുഴപ്പം പറ്റിയത്. എന്റെ തലവിധി. പേഷ്യന്റിന്റെ ആൾക്കാർ തന്നതാ. അയ്യോ, പണത്തിനായിട്ടല്ല സിസ്റ്ററെ. രക്തം വിൽപ്പന തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ തുടരെ പോകേണ്ടി വന്നാൽ ചിലപ്പോ അത് വേണ്ടി വരും. എന്റെ രക്തത്തിന്റെ വിലയായത്. ഇതെന്താ? ഞാൻ വേണ്ടാന്ന് പറഞ്ഞ ഒരു സമ്മതിച്ചില്ല. നിർബന്ധിച്ചപ്പോ ഞാനിങ്ങ് മേടിച്ചോണ്ട് വന്നു. എന്ത് കളിയായത്? സിസ്റ്ററെ, അതെ, പൈസക്ക് വേണ്ടിയല്ല. ഈ രക്തം ദാനം ചെയ്യല് ഞങ്ങൾ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ കാശങ്ങ് തിരിച്ചു വാങ്ങിക്കണം. ഞാനല്ല, 103 പേഷ്യന്റിന്റെ ആൾക്കാർ തന്നതാ. 103? കുട്ടിയായിരുന്നു. കുട്ടി എന്താ ഇവിടെ? ആർക്കാ ബ്ലഡ് വേണ്ടി വന്ന്? എന്റെ അമ്മയ്ക്ക്. കുഞ്ഞാപ്പു എന്താ ഇവിടെ? ഞങ്ങളിവിടെ ഒരു ചെങ്ങായെ കാണാൻ വന്ന. അപ്പോഴാ ഓ നെഗറ്റീവ് ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് ഒരു കോള് കിട്ടിയത്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്തത് ഇവനാണ്. പക്ഷെ അത് പണത്തിന് വേണ്ടി ആയിരുന്നില്ല. ആരാ മോളെ അത്? എന്റെ ഒരു ഫ്രണ്ട് അമ്മേ. കയറി വാ. ഇവരാ അമ്മയ്ക്ക് ബ്ലഡ് തന്നത്. കുട്ടി, ഈ പണം വാങ്ങണം. അത് സാരില്ല. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ ബ്ലഡ് വാങ്ങിയാലും കാശ് കൊടുക്കണം. അതായിക്കോട്ടെ, പക്ഷെ ഈ പണം തിരിച്ചു വാങ്ങണം പ്ലീസ്. മോടെ ഫ്രണ്ടിന്റെ പേരെന്താ? ഞാൻ കുഞ്ഞാപ്പു, ഇത് ചന്ദ്രൻ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് കുറവുണ്ട്. ഇവരാ ബ്ലഡ് തന്നത്. നാളെ ഓപ്പറേഷൻ ചെയ്യാന്നാ ഡോക്ടർ പറഞ്ഞത്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. കുഞ്ഞാപ്പു, ഞാനിപ്പോ വരാമേ. എങ്കിൽ പിന്നെ താങ്ക്സ് കുഞ്ഞാപ്പു. സാറില്ല കുട്ടി, ഞങ്ങൾ ഇനി മലപ്പുറം ആശുപത്രിയിലേക്കില്ല. അവിടുത്തെ സർവീസ് ശരിയല്ല, മോശമാ. അല്ലടാ, മഞ്ചേരി വന്നാ മതി. അല്ല, ആ മുടിയനില്ലേ? ആര്? ഓ, കുട്ടീന്റെ മുറച്ചെറുക്കനെ. ഞങ്ങളെ കുട്ടിയുടെ ഒപ്പം കണ്ടതുകൊണ്ട് ഇടി എപ്പ കിട്ടിയത് ചോദിച്ചാൽ മതി. ഫ്രൂട്ട്സോ ജിലേബിയോ ഒക്കെ കൊണ്ടുവരാം. ആയിക്കോട്ടെ. വാപ്പാക്ക് എങ്ങനെയുണ്ട്? അയാൾക്ക് ആ തല്ലിന്റെ ഇടയൊന്ന് ചാടേണ്ട വല്ല കാര്യമുണ്ടോ? ശരിയെന്നാ. കുഞ്ഞാപ്പക്ക, കല്യാണപ്പോരെന്ന് ഈ കണ്ടു എന്ന് പറയുന്ന കുട്ടി അതാണല്ലേ? അതങ്ങനൊന്നും അല്ലടി. ആൾക്കാര് ചുമ്മാ
അതിന്റെ അമ്മയ്ക്ക് ഇവൻ ബ്ലഡ് കൊടുത്തതിന് താങ്ക്സ് പറയാൻ വന്നതാ, അല്ലാതെ. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ഞാനൊരു മണ്ടി. എന്റെ ഉപ്പാനെ മക്കറാക്കാൻ ഈ കാട്ടിക്കൂടിനൊക്കെ കണ്ടിട്ട് അനക്കിനോട് സ്നേഹാന്ന് വിചാരിച്ചു. ശരിയാ, എന്റെ ഉപ്പ അന്നെ എന്റെ കുടുംബക്കാരെയും ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് പകരം ചോദിക്കാൻ ഈ കണ്ട വഴി. ഞാൻ എന്നോട് എന്ത് ദ്രോഹ ചെയ്തേ? ഇനിയെങ്കിലും ആരോടെങ്കിലും കണക്ക് തീർക്കുമ്പോ അതിങ്ങനെ സ്നേഹം കാണിച്ചാവരുത്. സാജറ, നീ വിചാരിക്കുന്ന പോലെ ഞാൻ മനഃപൂർവ്വം അങ്ങനെ. ഞാൻ പോണു. എന്റെ പെൺകുട്ടീനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മൊഞ്ചുള്ള കുട്ടി. ഇതൊരു യാദൃച്ഛ്യ സംഭവമല്ല. ഗോമതിയുടെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവാണ്. അത് വളരെ റെയറാണ്. നിസ്സാരമെന്ന പോലെ അത് നൽകാനൊരാൾ വരിക എന്ന് പറഞ്ഞാൽ അവൻ പ്രിപ്പയർഡായിരുന്നു. ഗോമതിയുടെ ഓപ്പറേഷൻ മുൻകൂട്ടി അറിയിച്ചിരിക്കുന്നു. പിന്നെ ആ പയ്യന്റെ വീട് എവിടെയാണ്, ആരൊക്കെ ഉണ്ട്? അത് ഞാൻ അന്വേഷിക്കാം. ഒരു 11 മണിയായി കാണും. ഞമ്മള് പോയാലും മുണ്ടും തിരുമ്പി വെക്കുമ്പോ കുട്ടി വന്ന് പറഞ്ഞു, മൂത്തമ്മ ഉപ്പ വന്നിക്കണെന്ന്. ഞമ്മള് വിചാരിച്ച് ഈ കുട്ടി ഇപ്പൊ എന്താണ് പറയണെന്ന്. വന്ന് നോക്കുമ്പോ സലീം ഉമ്മർത്തിരിക്കണ്. അനക്ക് നല്ല ബുദ്ധി തോന്നിക്കാൻ ഈ കുടിയിലുള്ളവര് മുഴുവനും നെഞ്ഞുരുകി പടച്ചോനെ വിളിക്കായിരുന്നു. അനക്കറിയോ, കുഞ്ഞാപ്പ് മനസ്സറിഞ്ഞ് 2 മറ്റിറക്കണത് ഇന്ന. ഇത്താത്താനെ കൂട്ടിക്കൊണ്ടുപോ അളിയാൻ വന്നില്ലേ? നിങ്ങളെന്താ എനിക്ക് അറിയുന്നത്? സൂറ, ഇത്തിരി മീൻകൂട്ടം കൊണ്ട് എടുത്തോളി, ചാറ് മതി. അന്നെ പറ ഇങ്ങോട്ട് വിളിച്ചത് പോരുന്ന് പഠിക്കടി. സുഹൃത്താ, നിങ്ങളെ കറിയൊന്ന് വാങ്ങിച്ച് വിളമ്പിക്കേ. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്നാ കുഞ്ഞാപ്പൊരു ഇച്ചിരി മീൻകറി കൂട്ടുന്നത്? എന്താ തങ്ങളെ കാട്ടുന്നത്? കരഞ്ഞുകൊണ്ടാണോ വിളമ്പുന്നത്? മനുഷ്യന്മാർ ഓരോ പിരാന്തേ, അല്ല എന്താ പറയാ. കെട്ടിച്ചു വിട്ട പെങ്ങന്മാര് കുടി വന്നിന്നാ ബേജാറാ. ഇനി ഭർത്താക്കന്മാരോടെ പോന്നൂന്ന് പറഞ്ഞാലോ അപ്പോഴും ബേജാറാ. അല്ല, ഓർക്കും അങ്ങനെ തന്നെയാണേ. കാര്യം ഓള് സീനത്ത് വന്നു നിന്ന കച്ചറയാണെങ്കിലും പോകാൻ നേരം ഓളും കരഞ്ഞോണ്ടേ പോത്തുള്ളൂ. അളിയന്റെ പെരേന്റെ പണി എന്തായി? തേപ്പ് ബാക്കിയുണ്ട്. കുടിയിരിപ്പ് വിളിക്കാൻ ഞാൻ വരണുണ്ട്. അടുത്ത ആഴ്ച ഒരു കുറിക്കല്യാണം വെച്ചിട്ടുണ്ട്. അതിന്ന് അളിയന്റെ കുടിയിരിപ്പിന് ഞാൻ കുറച്ച് കാശ് കണ്ടുവച്ചിട്ടുണ്ട്. തിരക്കൂടണ്ട, മെല്ലെ മതി. ആ, സുന്ദരിമാരായല്ലോ. ഞങ്ങള് പോവാ മാമ. മാമനും വരുമോ? മാം വരുന്നുണ്ട് നിങ്ങളുടെ കുടിക്ക്. ഇപ്പോഴല്ല, വലിയ പെരുന്നാളിന്. എന്നിട്ട് നമുക്ക് വീഗാലാൻഡിൽ പോയിട്ടൊന്ന് അടിച്ച് പൊളിക്കണം. കുട്ടികളെ വിടറാ, ഓക്ക് ബസ്സിന് നേരായി. അപ്പൊ ശരിയല്ലേ? ഇനി യാത്ര പറച്ചിലും കരച്ചിലൊന്നും വേണ്ട. വെക്ക സ്ഥലം വിടാൻ നോക്ക്. ലൈൻ വണ്ടി ഇങ്ങോട്ടൊന്നും നേരത്തിന് കാത്തു വെക്കത്തില്ല. നിങ്ങളെന്താ കരയുന്നത്? ഓള് മാപ്പിളനോട് പോയതിനോ? ആര് ആര് കരഞ്ഞെന്നാ? നിങ്ങക്ക് പിരാന്താ? ഹലോ കുഞ്ഞാപ്പു, ഞാൻ ഫാത്തിമയാ. എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. 2 മണിക്ക് നീ ഇക്കാക്കയുടെ ബുക്ക് സ്റ്റോളിൽ വന്നാ മതി. അത്യാവശ്യമുണ്ട്, വരാതിരിക്കരുത്.